ഹായ് ഹലോ ഫ്രണ്ട്സ്, മഴുതൂർ മുംബൈയിൽ ഉടൻ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്റ്റാൻലിയുടെ ബംഗ്ലാവിൽ ജോലിക്ക് നിന്ന ഓരോ മനുഷ്യരും തട്ടിപ്പുകാരായിരുന്നുവെന്ന് അലീന തിരിച്ചറിയുകയാണ്. ആ തട്ടിപ്പുകൾ ഓരോന്നായി അലീന പിടികൂടുകയും തട്ടിപ്പുകൾ നടത്തുന്നതിന് കൂട്ടുനിൽക്കുകയും ചെയ്ത വ്യക്തികൾക്ക് വളരെ കൃത്യമായി താക്കീത് നൽകുകയും ചെയ്തു. പക്ഷേ അതൊന്നും തന്നെ സ്റ്റാൻലിയെ അറിയിക്കാതെയായിരുന്നു അലീന കൈകാര്യം ചെയ്തത്. ഈ കള്ളത്തരങ്ങളൊക്കെ വിശ്വസ്തന്മാരെ പോലെ കൂടെ നിന്ന് ഇവർ ചെയ്തു എന്നറിയുമ്പോൾ സ്റ്റാൻലി തീർച്ചയായിട്ടും അവർക്ക് നല്ല കടുത്ത ശിക്ഷ തന്നെ കൊടുക്കുമെന്നും അലീനയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അലീന ഒരു കാര്യവും സ്റ്റാൻലിയെ അറിയിക്കാതിരുന്നതും. അവധക്കുട്ടിച്ചായൻ ഇതിനെപ്പറ്റി ചോദിക്കുന്ന സമയത്തും അലീന തൽക്കാലം ഇത് ക്ഷമിക്കാമെന്ന് തന്നെയാണ് പറയുന്നത്. വിശ്വസ്തന്മാരെ പോലെ കൂടെ നിന്നവന്മാരുടെ ശരിക്കുള്ള സ്വഭാവം അവധക്കുട്ടിച്ചായന് കൃത്യമായി ബോധ്യപ്പെട്ടുവല്ലോ. അതുകൊണ്ട് തന്നെ അവധക്കുട്ടിച്ചായനും അലീനയ്ക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു ഈ കള്ളത്തരങ്ങളെല്ലാം കൈയോടെ പിടികൂടുന്ന സമയത്തും. എന്നിട്ട് പറയുന്നുണ്ട്, അവൻ അവരെ ഇത്രയും നാളും കരുതുകയും തീറ്റിപ്പോറ്റുകയൊക്കെ ചെയ്തതൊക്കെ വിശ്വസ്തന്മാരാണെന്ന് കരുതിയിട്ടാണ് മോളെ. അതുകൊണ്ട് തന്നെയാ അവൻ കാര്യമായിട്ട് ഇതിനകത്തൊന്നും ശ്രദ്ധിക്കാഞ്ഞതും. പക്ഷേ കൂടെ നിന്നിട്ട് ഈ പണി കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും അവനെ അറിയിക്കണമെന്ന് തന്നെ അവധക്കുട്ടിച്ചായൻ പറയുകയാണ്. അതിന് മറുപടിയായിട്ട് അലീന പറയുന്നുണ്ട്, വല്യപ്പച്ച, തെറ്റ് ചെയ്യുന്നവരും മാത്രമല്ല കുറ്റക്കാർ, തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നവരും കുറ്റക്കാർ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് വല്യപ്പച്ചന്റെ മകൻ ലാലിച്ചനെ ഇപ്പൊ ഇതൊന്നും തന്നെ അറിയിക്കണ്ടെന്ന് അലീന പറഞ്ഞു നിർത്തുന്നുണ്ട്. അലീന പറയുന്നതും കേട്ട് വിസ്മയത്തോടെ അലീനയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് അവധക്കുട്ടിച്ചായൻ. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ, ലാലിച്ചന്റെ തോട്ടത്തിലും നല്ല വെടിപ്പിന് നടന്നിട്ടുണ്ടായിരിക്കുമല്ലോ ഈ തട്ടിപ്പും തരികടയൊക്കെ. അല്ലാതെ പിന്നെ തീർച്ചയായിട്ടും നടന്നിട്ടുണ്ടാകും. ഇവിടെ ആകാമെങ്കിൽ പിന്നെ അവിടെ ആയിക്കൂടെ വല്യപ്പച്ച? നമുക്ക് അതും പിടിക്കാവന്നേ. വല്യപ്പച്ചൻ ഇപ്പൊ സമാധാനമായിട്ടിരിക്കേ. ഇപ്പൊ വേണ്ട, എല്ലാം പതുക്കെ മതി. നമ്മൾ ആരും ശത്രുക്കളാക്കരുത് വല്യപ്പച്ച. അവരെയും കൂടി നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ചേർക്കുക ചെയ്യേണ്ടത് എന്നിങ്ങനെ അലീന പറയുമ്പോഴേക്കും അവധക്കുട്ടിച്ചായൻ വാത്സല്യത്തോടെ അലീനയുടെ മുമ്പിൽ തലയാട്ടി ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നാൽ പൗലോസ് ഇതിനോടകം തന്നെ തന്റെ ബാഗെല്ലാം അടുക്കി സ്റ്റാൻലിയുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞിരുന്നു. സ്റ്റാൻലി ആശ്ചര്യത്തോടെ തന്നെ പൗലോസിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, ആഹാ, കൊള്ളാമല്ലോ. ഞാൻ അത്രയും പറഞ്ഞപ്പോഴേക്കും നീ പോകാൻ തന്നെ അങ്ങ് തീരുമാനിച്ചോ? അപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ അങ്ങ് പോകാൻ തീരുമാനിച്ചതല്ല സാബേ, വീട്ടിൽ നിന്ന് പോയിട്ട് വരാമെന്ന് കരുതി. അത് ശരി, ഇന്നലെ രാത്രിയിൽ നിനക്ക് ബോധോദയൊക്കെ ഉണ്ടായതാണോ വീട്ടിൽ പോയിട്ട് വരാമെന്നൊക്കെ ഉള്ളത് എന്നിങ്ങനെ സ്റ്റാൻലി ചോദിക്കുമ്പോഴേക്കും പൗലോസ് മറുപടി ഒന്നും പറയാതെ അല്പനേരം നിശബ്ദമായി തന്നെ നിന്നു. എന്നിട്ട് പൗലോസ് സ്റ്റാൻലിയോട് ചോദിക്കുന്നുണ്ട്, എനിക്കൊരു 5000 രൂപ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു കേണൽ സാബ്. ഉടനെ തന്നെ സ്റ്റാൻലി 5000 രൂപയെടുത്ത് പൗലോസിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. പൗലോസ് അതും വാങ്ങി സ്റ്റാൻലിയോട് യാത്ര പറഞ്ഞ് അവിടുന്ന് പോയി. എന്നിട്ട് പൗലോസ് നേരെ ചെല്ലുന്നത് രാജുവിന്റെയും ബൈജുവിന്റെയും അടുത്തേക്കാണ്. അപ്പൊ ബൈജു വളരെ ആകാംക്ഷയോടുകൂടി തന്നെ ചോദിക്കുന്നുണ്ട് പൗലോസിനോട്, കേണൽ സാബ് അറിഞ്ഞോ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ? ഇല്ല, ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പൗലോസ് മറുപടി പറയുന്നുണ്ട്. പൗലോസ് ചേട്ടൻ പോയിട്ട് തിരികെ വരുമോ എന്നിങ്ങനെ ബൈജു ചോദിക്കുമ്പോഴേക്കും, ഹാ, എന്റെ പട്ടി വരും, എന്റെ വില എന്താണെന്ന് അയാൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പൗലോസ് പറയുമ്പോഴേക്കും, അല്ല, പൗലോസ് ചേട്ടൻ കേണൽ സാബിന്റെ അടുത്ത് പറഞ്ഞോ ഇവിടുന്ന് പോവുകയാണെന്ന് എന്നിങ്ങനെ ബൈജു ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, പോയിട്ട് വരാമെന്നാ ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് പൗലോസ്. ആ, പൗലോസ് ചേട്ടൻ രക്ഷപ്പെട്ടു. ഞങ്ങളുടെ കാര്യമായി കഷ്ടം. മുതലാളി ഇനി എപ്പോഴാ വിളിച്ച് ചോദ്യം ചെയ്യുന്നതെന്ന് ആർക്കറിയാം എന്ന് ഒരു ആശങ്കയോടെ തന്നെ ബൈജു പറയുമ്പോഴേക്കും, എവിടെ കളഞ്ഞിട്ട് പോടാ ബൈജു, നിന്നെപ്പോലെ ഒരു മിടുക്കനായ ഡ്രൈവർക്ക് വേറെ എവിടെയാ ജോലി കിട്ടാത്തത്? അതുപോലെ തന്നെ രാജപ്പൻ ഈ പട്ടികളെ താലോലിക്കേണ്ട വല്ല കാര്യമുണ്ടോ? കിളയ്ക്കാൻ പോയാലും ഡെയിലി 1000 രൂപ കയ്യിൽ കിട്ടുമല്ലോ. എന്തായാലും ഞാൻ ഇതാ പോകുന്നു. ഇനി നമ്മൾ തമ്മിൽ കണ്ടാലായി, കണ്ടില്ലെങ്കിലായി. ഇത്രയും പറഞ്ഞുകൊണ്ട് തന്റെ കെട്ടും കിടക്കും സാധനങ്ങളും ഒക്കെ ആയിട്ട് പൗലോസ് നടന്നു നീങ്ങി. പൗലോസ് പോകുന്നതും നോക്കി അവർ വാതിൽക്കൽ കുറച്ചു നേരം നോക്കി നിന്നിട്ട് ഗേറ്റ് കടന്ന് പൗലോസ് പോകുമ്പോഴേക്കും അവരും അകത്തേക്ക് തന്നെ കയറിപ്പോയി. അങ്ങനെ വൈകുന്നേര സമയമായപ്പോഴേക്കും കുറേ വാഹനങ്ങളുടെ ഇരമ്പിൽ കേട്ട് അവധക്കുട്ടിച്ചായൻ ജനാലയിലെ കട്ടം മാറ്റി നോക്കി. അലീന ഡ്രസ്സൊക്കെ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഈ സമയത്ത് സൗണ്ട് കേട്ടോണ്ട് തന്നെ അലീന അവധക്കുട്ടിച്ചായൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആരോ വല്യപ്പച്ച വന്നേക്കുന്നത്? ഇത് ഒരുപാട് വണ്ടികളുടെ സൗണ്ട് ഉണ്ടല്ലോ. അവധക്കുട്ടിച്ചായൻ അലീനയെ കൈ കാട്ടി വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇങ്ങി വാ മോളെ, കാണണമെങ്കിൽ പെട്ടെന്ന് ഇങ്ങി വാ. അലീന വളരെ ആകാംക്ഷയോടെ ജനാലക്കരികിലെത്തി. ജനാലയുടെ അഴികൾക്കിടയിലൂടെ അലീന കണ്ടു 3 കാറുകൾ, 2 ജീപ്പുകൾ, ഒരു ബൈക്ക്. മുറ്റത്ത് വണ്ടികൾ അവിടെ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. വാഹനങ്ങളുടെ ഡോർ തുറന്ന് ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. ഒരു കാറിൽ നിന്നും വൈദികൻ ഇറങ്ങി. അത് കണ്ടുകൊണ്ട് അവധക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, ഇത് അഞ്ജലിയിലെ വികാരി അച്ഛനാണ് മോളെ. മറ്റേ 2 കാറിലും വന്നിരിക്കുന്നത് രാഷ്ട്രീയക്കാരാ. ആഹാ, റീതാമ്മയും എൽസമ്മയും ആങ്ങളമാരും ബന്ധുക്കളും പിള്ളേരും എല്ലാവരും ഉണ്ടല്ലോ എന്ന് അവധക്കുട്ടിച്ചായൻ അതിശയത്തോടെ തന്നെ പറഞ്ഞു. അപ്പോഴേക്കും അലീന ചോദിക്കുന്നുണ്ട്, ഏതാ വല്യപ്പച്ച ഈ എൽസമ്മ? പപ്പയുടെ ഭാര്യയെ കാണാൻ അലീനയ്ക്കും ആകാംക്ഷയായി. ഞാൻ കാണിച്ചു തരാം മോളെ, തൽക്കാലം നീ ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങണ്ട. രണ്ടും കൽപ്പിച്ച അവരുടെ വരവെന്നാ തോന്നുന്നത്. മനസ്സിലായല്ലോ, ഇത് സ്റ്റാൻലിയുടെ ഭാര്യ വീട്ടുകാർ തന്നെയാ.
മുഖം കണ്ടാൽ അറിയാവല്ലോ, അവർ രണ്ടും കൽപ്പിച്ചു തന്നെയാ. അവധിക്കുട്ടിച്ചായൻ പെട്ടെന്ന് തന്നെ ഇച്ചിരി ഗാംഭീര്യത്തോടെ തന്നെ ആ മുറിയിൽ നിന്നും ഇറങ്ങി ആ മുറിയുടെ വാതിൽ ചേർത്തടച്ചു. അലീനയ്ക്ക് ആകെ ടെൻഷനായിട്ടോ. അലീന ആ ജനാലയുടെ അടുത്ത് തന്നെ നിന്നു. ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. ക്രീം നിറത്തിലുള്ള സാരി ഉടുത്ത ഒരു മധ്യവയസ്കയായ സ്ത്രീ മുറിയിലേക്ക് കയറി വരുന്നത് കണ്ട് അലീന അല്പം ഭയത്തോടെ തന്നെ നിൽക്കുകയാണ്. അലീന ജനാലയുടെ അടുത്താണ് നിൽക്കുന്നതെന്ന് അറിയാതെ അവർ അങ്ങ് നിന്ന് മുറിയുടെ മധ്യഭാഗത്തേക്ക് നടന്നു വന്നു. അവരുടെ പിന്നാലെ 2 കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ടാനിയായി അലീന തിരിച്ചറിഞ്ഞു. മറ്റേ പെൺകുട്ടിയെ അലസമായി നഖം കടിച്ചുകൊണ്ട് ഒന്ന് വട്ടം തിരിഞ്ഞു. അലീന അവിടെ നിൽക്കുന്നത് കണ്ടതും ആ പെണ്ണിന്റെ മുഖത്ത് സന്തോഷം വിരിഞ്ഞു. പെട്ടെന്ന് തന്നെ അലീനയുടെ നേർക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അവള് പറഞ്ഞു, മമ്മി ദേ നിൽക്കുന്നു ആ ചേച്ചി എന്ന്. അത് കേട്ട ഉടനെ മധ്യവയസ്കയായ ആ സ്ത്രീ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. ആരും പരിചയപ്പെടുത്തിയില്ലെങ്കിലും അലീനയ്ക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു, റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിന്റെ ഭാര്യ എൽസമ്മയാണതെന്ന്. തന്റെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന സ്ത്രീ മറ്റു 2 പെൺകുട്ടികളും തന്റെ അനുജത്തിമാരാണെന്ന്. അലീന സാവധാനം എൽസമ്മയുടെ മുമ്പിലേക്ക് നടന്നു ചെന്നു. എന്നിട്ട് പതിയെ അവരുടെ മുഖത്തേക്ക് തല ഉയർത്തി നോക്കിയിട്ടോ. ചെറുതായി അലീന ഒന്ന് ചിരിച്ചു കാണിച്ചെങ്കിലും എൽസമ്മ കണ്ണെടുക്കാതെ അലീനയുടെ മുഖത്തേക്ക് ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവർ വേറെ ഏതോ ഒരു ഓർമ്മയിലേക്ക് വഴുതി പോയതുപോലെ അലീനയ്ക്ക് തോന്നുകയാണ്. അലീന അവരെ സൂക്ഷ്മം ഒന്ന് നിരീക്ഷിച്ചു. അവരുടെ മുടി അവിടെയും ഇവിടെയുമായി നരച്ചു തുടങ്ങിയിരുന്നു. കൺപോളികളിൽ നിഴൽ വീണതുപോലെ ഇരുണ്ട് കിടക്കുന്നു. അവരുടെ നെറ്റിയിലും കവളിലും ഒക്കെ ചുളിവുകളുണ്ട്. തടിച്ചതോ മെലിഞ്ഞതോ അല്ലാത്തതായ എന്നാൽ അല്പം ക്ഷീണവുമുള്ളതായ ശരീരപ്രകൃതം. യൗവനത്തിൽ അവർ അതിസുന്ദരിയായിരുന്നുവെന്ന് അലീന മനസ്സിൽ കരുതുകയാണ്. അലീനയുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ ഉറ്റു നോക്കിക്കൊണ്ട് നിൽക്കുന്ന എൽസമ്മയോട് സോഫയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അലീന വളരെ മര്യാദയോടുകൂടി തന്നെ പറയുന്നുണ്ട്, സോഫയിലേക്ക് ഇരിക്കാവല്ലോ എന്ന്. പെട്ടെന്ന് ഏതോ ഓർമ്മയിൽ നിന്ന് ഞെട്ടി ഉണർന്നതുപോലെ എൽസമ്മ അലീനയെ നോക്കി. ഒരു മാത്ര നേരത്തേക്ക് അവരുടെ മുഖത്ത് ദേഷ്യം ഇരുന്ന് കയറി. അങ്ങോട്ടേക്ക് കയറി മിണ്ടണമെന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും പറഞ്ഞാൽ അവർ പൊട്ടിത്തെറിച്ചേക്കുമോ എന്ന് അലീന ഭയന്നു. പക്ഷേ അഗ്നിപർവ്വതത്തിന്റെ ജ്വാലാമുഖം പെട്ടെന്ന് തന്നെ അപ്രതീക്ഷിതമായി തുടങ്ങി. എൽസമ്മയുടെ 2ാമത്തെ കുട്ടി സോഫയിലേക്ക് ചെന്നിരുന്നു. അവൾ അതിൽ ചാരിക്കിടക്കുകയും എഴുന്നേറ്റ് ചമ്രം പടഞ്ഞിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അതിന്റെ മൃദുത്വം ആസ്വദിക്കുകയായിരുന്നു. അധികം വൈകാതെ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് അവൾ കിടക്കയിലേക്ക് പോയി കിടന്നു. എന്നിട്ട് അവൾ കിടക്കയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് രസിച്ചു. അത് കണ്ടുകൊണ്ട് തന്നെ ടെൽസ എന്ന എൽസമ്മ ശബ്ദമുയർത്തി അവളെ വിളിക്കുകയാണ്. അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് എൽസമ്മയെ നോക്കി. അതിനിടയിൽ റീത്താമ്മയും പിന്നാലെ അവധിക്കുട്ടിച്ചായന്റെ മുറിയിലേക്ക് വന്നുട്ടോ. എന്നിട്ട് ഭയങ്കര ദേഷ്യത്തോടെ തന്നെ റീത്താമ്മ അലീനയെ തുറച്ചു നോക്കുകയാണ്. എന്നിട്ട് റീത്താമ്മ എൽസമ്മയോടായിട്ട് പറയുന്നുണ്ട്, കണ്ടല്ലോ, മതി, വാ പോകാം. ഈ സമയത്ത് ടെൽസ തുമ്പിയെ പിടിക്കാൻ പോകുന്ന കൊച്ചു കുട്ടികളെ പോലെ മുറിയിൽ നിന്നും ഇറങ്ങി പോകുന്നത് കണ്ട് അലീന അവളെ തന്നെ നോക്കി നിന്നുപോയി. ടെൽസയ്ക്ക് 17 വയസ്സ് പ്രായമുണ്ട്. പക്ഷേ അത്രത്തോളം മാനസിക വളർച്ചയില്ല എന്നുള്ളത് സ്പഷ്ടമായിരുന്നു. അവളുടെ വേഷധാരണം അസാധാരണമായിരുന്നു. അവളുടെ മുഖത്ത് ഒരു പ്രസരിപ്പില്ലായിരുന്നു. തലമുടിയിൽ എണ്ണ വെച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ മുടിയിഴകൾ അലസമായി പാറിക്കിടന്നു. അവളുടെ കണ്ണുകളിൽ വെളിച്ചം കുറവായിട്ടുള്ളതായി അലീനയ്ക്ക് തോന്നി. അലീന ഇത്തരം കുട്ടികളെ മുമ്പും കണ്ടിട്ടുണ്ടല്ലോ. താൻ ഈ മുറിയുടെ വാതിലിനരികിൽ വന്ന് നിൽപ്പുണ്ട്. റീത്താമ്മയും എൽസമ്മയും തിരികെ പോയപ്പോൾ ടെൽസിയെ വിളിച്ചുകൊണ്ട് ടാനിയെയും മുറിക്ക് പുറത്തിറങ്ങിപ്പോയി. അവധിക്കുട്ടിച്ചായൻ അലീനയുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു ചെറിയ ചിരിയോടുകൂടി പറയുകയാണ്, മോളെ, ലാലിച്ചന്റെ ഭാര്യയാണിത്. അലീന പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി വല്യപ്പച്ച. മോള് ശരിക്കും കണ്ടോ അവളെ? കണ്ടു വല്യപ്പച്ച. സംസാരിച്ചോ? ഇല്ല, അത്രയും സമയം അവരിവിടെ നിന്നില്ലല്ലോ. ശരി. ഇവിടെ ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട് മോളെ. പഞ്ചായത്ത് പ്രസിഡന്റും അഞ്ചലിലെ വികാരി അച്ഛനും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും എൽസമ്മയുടെ ബന്ധുക്കളും എല്ലാരും കൂടി ഒരു 10-15 പേരുണ്ട്. ആഹാ, അത്രയും പേരുണ്ടോ? ഞാൻ ചായ എടുക്കാൻ വല്യപ്പച്ച എല്ലാവർക്കും എന്ന് അലീന പറയുമ്പോൾ, എന്തിന്? അവര് ലാലിച്ചനെ നിർത്തിപ്പൊരിക്കാനാണ് വന്നേക്കുന്നത്, അല്ലാതെ ചായ കുടിച്ചിരിക്കാനല്ല. നീയാണ് മോളെ അവരുടെ മുഖ്യ ശത്രു. ലാലിച്ചനെയും അവന്റെ പട്ടികളെയും പേടിച്ചിട്ടാ. അല്ലായെങ്കിൽ നിന്നെ കൊല്ലാനും മടിക്കാത്തവരാ സ്റ്റാൻലിയുടെ ഭാര്യ വീട്ടുകാര് എന്ന് അവധിക്കുട്ടിച്ചായൻ കൂട്ടിച്ചേർത്തു. അലീന പറയുന്നുണ്ട്, വല്യപ്പച്ച, അവർക്ക് എന്നോട് ദേഷ്യം കാണും എന്ന് വെച്ച് വീട്ടിൽ വരുന്നവരോട് നമ്മൾ അങ്ങനെ കാണിക്കുന്നത് ശരിയാണോ? മോളെ, മോള് കരുതുന്നത് പോലെയുള്ളവരല്ല അവർ. ചട്ടമ്പികളാ പുളിക്കൽക്കാര്. നിനക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ. ഒരു IAS ജീവിതം നശിപ്പിച്ചവനാ ആച്ചൻകുഞ്ഞെന്ന് പറഞ്ഞവൻ. അലീന അമ്പരപ്പോടെ അവധിക്കുട്ടിച്ചായന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. വേണ്ട മോളെ, ഞാനൊന്നും പറയുന്നില്ല. മോള് ഇവിടെ ഇരുന്നാ മതി. ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ. ലാലിച്ചൻ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂന്നും പറഞ്ഞിട്ട് അവധിക്കുട്ടിച്ചായൻ അവിടെ നിന്നും ഇറങ്ങി. വാതിൽ പുറത്തുനിന്ന് അടച്ചിട്ടാണ് കേട്ടോ അവധിക്കുട്ടിച്ചായൻ പോയത്. അങ്ങനെ അല്പസമയത്തിന് ശേഷം പിന്നീട് ആരോ ഡോർ തുറക്കുന്നതായി അലീനയ്ക്ക് തോന്നി. അലീന വരാനിരിക്കുന്ന എന്തിനും നേരിടാനുള്ള ധൈര്യം സംഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ഡോറിലേക്ക് സൂക്ഷിച്ചു നോക്കി. ആരോ വാതിൽ തുറന്നു. പക്ഷെ അത് ആരാണെന്ന് കാണാൻ കഴിയുന്നില്ല. ഡോറിന്റെ അപ്പുറത്ത് ആരോ നിൽപ്പുണ്ട്. അലീന ഒരു ആശ്ചര്യത്തോടെ തന്നെ ചോദിച്ചു, ആരാ അത്? ഉടനെ വാതിൽ അല്പം കൂടി തുറന്നുകൊണ്ട് ഒരു പെൺകുട്ടി കടന്നു വന്നു. ഒരു ചിരിച്ച മുഖം. അത് ടെൽസി ആയിരുന്നു. അവളുടെ നിഷ്കളങ്കമായ മുഖം കണ്ടുകൊണ്ട് അലീന അവളെ കൈ കാട്ടി വിളിച്ചു. ടെൽസ ആദ്യം മടിച്ചു നിന്നു. പിന്നെ വാതിൽ അല്പം കൂടി തുറന്ന് അവൾ അകത്തേക്ക് തന്നെ കയറി വന്നു. പതിയെ പതിയെ അവൾ അലീനയുടെ അടുത്തേക്ക് ചെന്നു.
അലീന സ്നേഹത്തോടെ അവളെ അടിമുടി നോക്കി. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളുടെ പേരെന്താ? ടെൽസ എന്ന് അവൾ കൊഞ്ചിക്കൊഴിഞ്ഞുകൊണ്ട് തന്നെ മറുപടിയും പറഞ്ഞു. അലീന വീണ്ടും ചോദിച്ചു, സുഖമാണോ മോക്ക്? ആ, എനിക്ക് സുഖമാ എന്നിങ്ങനെ ടെൽസ പറയുമ്പോൾ അലീന ടെൽസയുടെ തലയിൽ ഒന്ന് തലോടി. അവൾ അത്ഭുതത്തോടെ തന്നെ അലീനയോട് ചോദിച്ചു, ചേച്ചി പപ്പയുടെ മോളാണോ എന്ന്. അലീനയുടെ കണ്ണുകൾ നിറഞ്ഞു. നിറമിഴികളോടെ തന്നെ അലീന ഒന്ന് മൂളിയിട്ട് അതിനെ തലയാട്ടി കാണിച്ചു. ടെൽസയുടെ 2 തുള്ളിലും കൈവച്ച് അവളുടെ ആലസ്യമായി കിടന്നിരുന്ന മുടിയിഴകൾ ഒതുക്കി ചെവിയുടെ പിന്നിലാക്കി കവളുകളെ മെല്ലെ തലോടി അലീന. അലീന ചെയ്യുന്നത് കണ്ട് ടെൽസയ്ക്ക് ചിരി വന്നു. ടെൽസ അലീനയുടെ കൈ പിടിച്ച് നോക്കിയിട്ട് ചോദിച്ചു, പനിയുണ്ടോ ചേച്ചിക്ക്? ഇല്ലല്ലോ മോളെ, എന്തു പറ്റി എന്ന് അലീന ചോദിക്കുമ്പോൾ വീണ്ടും ടെൽസ അലീനയുടെ കൈകളെടുത്ത് അവളുടെ കവളിൽ ചേർത്ത് പിടിച്ചു. ചേച്ചിയുടെ കൈക്ക് നല്ല ചൂടുണ്ട്, നല്ല സുഖം എന്ന് കളങ്കമില്ലാത്ത ചിരിയോടുകൂടി തന്നെ അവൾ പറഞ്ഞു. അത് കേട്ട് അലീനയ്ക്ക് സങ്കടം വരിക കേട്ടോ. ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല അവൾ അലീനയെ ചേച്ചി എന്ന് വിളിച്ചത്. അത് അവളുടെ ആന്തരാത്മാവിൽ നിന്ന് വരുന്നതാണ്. അലീന മെല്ലെ മെല്ലെ അവളെ സ്പർശിച്ചു. അവളുടെ പുറത്തും തലയിലും കൈകളിലുമൊക്കെ അലീന തലോടി. അലീനയുടെ സാമീപ്യം അവൾക്കും ഒരു ആശ്വാസമായതുപോലെ തോന്നുകയാണ്. അവൾ അലീനയോട് കുറച്ചുകൂടി ചേർന്ന് നിന്നു. എന്നിട്ട് അലീന ടെൽസയുടെ ശിരസ് അവളുടെ തോളിൽ ചേർത്ത് പിടിച്ചു. ടെലസ മുഖം ഉയർത്തി അലീനയെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ചേച്ചി കരയുന്നതെന്ന്. അലീന കണ്ണീര് തുടച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഏയ് ഒന്നുമില്ല മോളെ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അലീന ടെലസയുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. അപ്പോഴേക്കും ടെലസ ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ വരുന്നോ ചേച്ചിയെന്ന്. അലീന പറയുന്നുണ്ട്, വരും മോളെ. അലീനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഉടനെ തന്നെ ടെൽസ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് റീത്താമ്മയുടെ വിളി കോറിഡോറിൽ ശക്തമായി ഉയർന്നു കേട്ടു. ഒരു ഞെട്ടലോടെ കൂടി തന്നെ ടെൽസ അലീനയിൽ നിന്നും പിണഞ്ഞു മാറി നിന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ആൻറ്റി വിളിക്കുന്നുണ്ട്, ഞാൻ പിന്നെ വരാം ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി. താഴോട്ട് ഇറങ്ങി ചെന്ന ടെൽസയെ റീത്താമ്മ ശകാരിക്കുന്നത് വ്യക്തമായി തന്നെ അലീനയ്ക്ക് കേൾക്കാമായിരുന്നു. അലീന ഒരു ദീർഘനിശ്വാസത്തോടെ തന്നെ കിടക്കയിലേക്ക് ഇരുന്നു. അവൾക്ക് കരച്ചിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഇത്രയും അധികം ആൾക്കാർക്ക് ഇരിക്കാൻ സ്റ്റാലിയുടെ ലിവിംഗ് റൂമിൽ ഇടമില്ലാത്തതുകൊണ്ട് തന്നെ അയാൾ എല്ലാവർക്കും ഇരിക്കാൻ പാകത്തിന് ഹാളിൽ ഇരിപ്പിടം ഒരുക്കുന്നുണ്ട്. എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യം ആ ഹാളിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് MLA തോമസ് പരുത്തിക്കാടൻ പറയുകയാണ്, അല്ല ഞങ്ങൾ വന്നെന്ന് അറിഞ്ഞിട്ടും മിസ്റ്റർ സ്റ്റാൻലി പുറത്തേക്ക് ഇറങ്ങി വന്നില്ലല്ലോ എന്ന്. ഉടനെ തന്നെ സ്റ്റാൻലി ഒരു ദാക്ഷിണ്യം കാണിക്കാതെ തന്നെ മറുപടി പറഞ്ഞു, ഞങ്ങൾ സോൾജേഴ്സ് ശത്രു സൈന്യത്തെ ഹാർദമായി സ്വീകരിക്കാറൊന്നുമില്ല. അത് കേട്ടുകൊണ്ട് തോമസ് പരുത്തിക്കാടൻ രാഷ്ട്രീയക്കാരുടെ പതിവ് ശൈലിയിൽ ഒന്ന് പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് അതിനെ കോമഡിയാക്കി പറയുന്നുണ്ട്, ഞങ്ങൾ വെടിയുണ്ടകൾ മാത്രം പ്രതീക്ഷിച്ചാൽ മതിയെന്ന് സാരം അല്ലേ മിസ്റ്റർ സ്റ്റാൻലി എന്ന്. അതൊന്നും ഗൗനിക്കാതെ സ്റ്റാൻലി എല്ലാവരോടുമായിട്ട് പറയുകയാണ്, ഇരിക്കണം, എല്ലാവരും ഇരിക്കണം എന്ന്. സ്റ്റാൻലിയുടെ പുറകിൽ 2 നായ്ക്കൾ എല്ലാം കേട്ട് ചെവി വട്ടം പിടിച്ച് കൂർമ്മച്ചെന നിൽപ്പുണ്ട്. തോമസ് പരുത്തിക്കാടൻ തന്റെ കൂടെയുള്ളവരെ സ്റ്റാൻലിക്ക് പരിചയപ്പെടുത്തി. ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി അംഗവും സാമൂഹിക പ്രവർത്തകയുമായ സാവിത്രി വിശ്വംഭരൻ, ഇടവക വികാരിയായ ഫാദർ ജെയിംസ് പുത്തൻപുര, പഞ്ചായത്ത് പ്രസിഡന്റ് എബ്രഹാം മാത്യു തുടങ്ങിയവരായിരുന്നു കമ്മിറ്റിയുടെ പ്രമുഖർ. ഈ പറയപ്പെട്ട പലരെയും സ്റ്റാൻലിക്ക് മുന്നേ അറിയാമായിരുന്നുവെങ്കിലും ഒരു പരിചയപ്പെടുത്തലിന്റെ വിധേയമായി അയാൾ അത് കേട്ടുകൊണ്ട് നിന്നു. ബാക്കിയുള്ളവർ റീത്താമ്മയും എൽസമ്മയും അവരുടെ ബന്ധുക്കളുമായിരുന്നു. റീത്താമ്മയും എൽസമ്മയും കുട്ടികളും ഒരു സോഫയിലാണ് ഇരുന്നത്. ടെൽസ ഇടയ്ക്ക് എഴുന്നേറ്റ് പോകാൻ പലതവണ ശ്രമിച്ചെങ്കിലും ടാനി അവളെ പിടിച്ചിരുത്തി. അവളെ പിടിച്ചിരുത്തുന്നതിൽ ടെൽസ ശബ്ദം താഴ്ത്തി ടാനിയോട് വഴക്കുണ്ടാക്കുകയും മാന്തുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തോമസ് പരുത്തിക്കാടൻ സ്റ്റാൻലിയോട് കുശലാന്വേഷണം നടത്തിക്കൊണ്ട് തന്നെ ചോദിക്കുകയാണ്, എന്തൊക്കെയുണ്ട് വിശേഷം മിസ്റ്റർ സ്റ്റാൻലി എന്ന്. ഉടനെ തന്നെ സ്റ്റാൻലി തന്റെ കൈവശമുള്ള ചില ഫോറും മദ്യകുപ്പികളെ കുറിച്ച് പറഞ്ഞു. മുമ്പത്തെ പോലെ എയർപോർട്ടിൽ നിന്നോ കസ്റ്റംസിൽ നിന്നോ ഇപ്പൊ സാധനമൊന്നും കിട്ടുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുക സ്റ്റാൻലി. തോമസ് പരുത്തിക്കാടൻ ആ ചമ്മലങ്ങ് മാറ്റാൻ വേണ്ടി വീണ്ടും പൊട്ടിച്ചിരിച്ചു. ചിരിക്കിടയിൽ തന്നെ അയാൾ വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്, ഈ സ്റ്റാൻലി ഒരു തമാശ പറഞ്ഞാൽ അത് തമാശയാണെന്ന് ആർക്കും അത്ര പെട്ടെന്ന് അങ്ങ് പിടികിട്ടത്തില്ല എന്ന്. അപ്പോൾ സാവിത്രി വിശംബരം പറയുന്നുണ്ട്, മിസ്റ്റർ സ്റ്റാൻലി തനിച്ചാണോ ഇവിടെ താമസം? ഏയ് അല്ലല്ലോ, എന്റെ കൂടെ വേറെയും മനുഷ്യരുണ്ട്, മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ട് എന്നിങ്ങനെ സ്റ്റാൻലി മറുപടി പറഞ്ഞു. ഭാര്യയും മക്കളും കൂടെയല്ലേ താമസം എന്നവർ വീണ്ടും ചോദ്യം എടുത്തിട്ടപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ അറിഞ്ഞുകൊണ്ട് പരീക്ഷിക്കരുത്, നിങ്ങൾ എന്നെ പരിഹസിക്കാനാണോ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് സ്റ്റാൻലി അല്പം ഗൗരവത്തോടെ തന്നെ പറയുന്നുണ്ട്. സ്റ്റാൻലിയുടെ കൂടെ എന്തുകൊണ്ടാണ് അവർ താമസിക്കാത്തത് എന്ന് വീണ്ടും അവർ ചോദിച്ചു. സ്റ്റാൻലി പറയുന്നുണ്ട്, അതെന്തുകൊണ്ടാണെന്ന് അവരോട് തന്നെ ചോദിക്കണം. ശരി, നിങ്ങൾ എന്തുകൊണ്ടാണ് ഭാര്യയുടെ മക്കളുടെയും കൂടെ താമസിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് എന്ന് മറുപടി പറയുകയാണ് സ്റ്റാൻലി. അങ്ങനെയാണല്ലോ വേണ്ടത് അല്ലേ? എന്റെ ഭാര്യയുടെ വീട്ടുകാർ കൊത്തിവെച്ച കുറെ അസംബന്ധങ്ങളുമായി എന്നെ ചോദ്യം ചെയ്യാൻ വരരുത് എന്ന് സ്റ്റാൻലി അവരുടെ മുഖത്ത് നോക്കി തുറന്നടിച്ചു. അപ്പോഴേക്കും മിസ്റ്റർ സ്റ്റാൻലി നിങ്ങളോട് മാന്യമായി പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ സ്റ്റാൻലി പറയുന്നുണ്ട്, നിങ്ങളെ ആരെയും ഞാൻ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചു വരുത്തിയതല്ല. നിങ്ങളെല്ലാവരും കൂടി എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എന്തിനു മാന്യമായിട്ട് സംസാരിക്കണം? തുടങ്ങിക്കോ എന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. അല്ല മിസ്റ്റർ സ്റ്റാൻലി, നമുക്കൊന്ന് സംസാരിക്കണ്ടേ എന്നങ്ങനെ രാഷ്ട്രീയക്കാർ ചോദിക്കുമ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാവൂ.
ഉപദേശിക്കാനും പഠിപ്പിക്കാനും ശ്രമിക്കരുത്. ആശയം വളരെ വ്യക്തമാണ് എന്ന് സ്റ്റാൻലിയും പറയുന്നുണ്ട്. പിന്നീട് ഫാദർ പറയുന്നുണ്ട്, സ്റ്റാൻലിയുടെ ഭാര്യ എന്നെ സമീപിച്ചിരുന്നു. അത് പരിഹരിക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞു. അതിനനുസരിച്ചാണ് ഞങ്ങൾ ഇവിടെ വന്നത് എന്ന് ഫാദർ പറയുമ്പോഴേക്കും, ഫാദർ കാര്യം എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, വളച്ചു കെട്ടണ്ട. എന്റെ ഭാര്യ കുമ്പസാരക്കൂടിനടുത്ത് വന്ന് നിന്ന് പിറുപിറുക്കുന്നതോ അച്ഛൻ പള്ളിമേടയിൽ കയറി നിന്ന് കാണുന്നതോ അല്ല ജീവിതത്തിന്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് നേരെ വിഷയത്തിലേക്ക് കടക്കാൻ നോക്ക് എന്ന് അയാൾ പറഞ്ഞു. ഫാദർ മറുപടി പറയുന്നുണ്ട്, ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഞങ്ങൾ ഇവിടെ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ സ്റ്റാൻലിയോടൊപ്പം ഇവിടെ ഒരു പെൺകുട്ടി താമസിക്കുന്നതായി അറിഞ്ഞു. അതേപ്പറ്റി സ്റ്റാൻലിയുടെ ഭാര്യയ്ക്കും മക്കൾക്കും ബന്ധുക്കൾക്കും ചില പരാതികളും ആശങ്കകളുമുണ്ട്. ഞങ്ങൾ അതേപ്പറ്റി സംസാരിക്കാനാണ് വന്നത്. ഉടനെ സ്റ്റാൻലി പറയുന്നുണ്ട്, വെയിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അയാൾ ഹാളിൽ നിന്നും അകത്തേക്ക് കയറിപ്പോയി. സ്റ്റാൻലി അകത്തേക്ക് കയറി പോകുന്ന കണ്ടുകൊണ്ട് തന്നെ അച്ഛൻ കുഞ്ഞു പറഞ്ഞു, അയാൾ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാ നോക്കുന്നതെന്ന് തോന്നുന്നു. നമ്മളിവിടേക്ക് വന്നത് എന്തിനാണെന്ന് ആരും മറന്നു പോകരുത്. ആ പെണ്ണിനെ ഇവിടെ നിന്ന് ഒഴിവാക്കണം. പിന്നെ സ്വത്തിന്റെ കാര്യം, അതിന്റെ കാര്യത്തിൽ വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മാത്രമേ നമ്മൾ ഇന്ന് തിരികെ ഇവിടുന്ന് പോകുന്നുള്ളൂ എന്നിങ്ങനെ പറയുക കേട്ടോ അച്ഛൻ കുഞ്ഞ്. ഹാളിലേക്ക് വന്ന സ്റ്റാൻലിയോടൊപ്പം ഒരു പെൺകുട്ടിയെ കൂടി കണ്ട് ഹാളിൽ ഉണ്ടായിരുന്നവർ ആശ്ചര്യത്തോടെ തന്നെ നോക്കി നിന്നു. സ്റ്റാൻലി ആട്ടെ അവളെ എല്ലാവർക്കും നല്ലവണ്ണം കാണത്തക്ക വിധം ചുമരിൽ ചേർത്തിയിട്ടിരുന്ന മേശയ്ക്ക് മുന്നിൽ കൊണ്ട് നിർത്തി. അത്രയും ആൾക്കാരുടെ മുമ്പിൽ വല്ലാത്ത പരിഭ്രമത്തോടെ തന്നെ അലീന മൗനിച്ചു നിന്നു. തുടർന്ന് തന്നെ സ്റ്റാൻലി പറയുന്നുണ്ട്, ചിലപ്പോൾ ഇതുപോലെ ഒരു സന്ദർഭം കിട്ടിയെന്ന് വരില്ല. ഇപ്പോൾ ആണെങ്കിൽ എല്ലാവരും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് പറയുകയാണ്, ഈ നിൽക്കുന്നത് എൻ്റെ മകളാണ്. പേര് അലീന, വയസ്സ് 24. ഔപചാരികമായിട്ടുള്ള ആദ്യത്തെ പരിചയപ്പെടുത്തലാണിത് എന്നയാൾ പറഞ്ഞു നിർത്തി. അലീന തന്റെ മുമ്പിലുള്ള ആൾക്കൂട്ടത്തിലേക്ക് തല ഉയർത്തി നോക്കി. എല്ലാവരുടെയും നോട്ടം തന്റെ നേർക്ക് തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ സർവ്വധൈര്യവും സംഭരിച്ച് സ്റ്റാൻലിയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. സ്റ്റാൻലിയുടെ വെളിപ്പെടുത്തൽ കേട്ട് എല്ലാവരും നിശബ്ദമായി തന്നെ ഇരിക്കുകയാണ്. സ്റ്റാൻലി ചോദിച്ചു, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. പക്ഷേ അതിനു മുമ്പായി പൊതുവായി നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ അങ്ങ് പറയാം. എൻ്റെ ഈ മകൾ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓരോരുത്തരെയും പോലെ എനിക്കും ഇത്രയും കാലം അറിയില്ലായിരുന്നു. ഒരു ഓർഫനേജിലായിരുന്നു ഇത്രയും കാലം അവൾ ജീവിച്ചത്. 24 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു ലവ് അഫെയർ ഉണ്ടായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് അത് പരാജയപ്പെട്ടു പോയി. ആ ബന്ധത്തിൽ എനിക്ക് ജനിച്ച കുട്ടിയാണിവൾ എന്ന് സ്റ്റാൻലി പറഞ്ഞു നിർത്തുമ്പോൾ ഉടനെ തന്നെ എൽസമ്മയുടെ സഹോദരനായ സ്റ്റീഫൻ സ്റ്റാൻലിയുടെ നേർക്ക് കുതിക്കുകയായിരുന്നു. ഈ കഥയൊന്നും ഇതിനു മുമ്പ് ഇവിടെ ആരും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ എന്ന് അയാൾ ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു. പറയേണ്ട ആവശ്യം വന്നില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. പിന്നെ എന്തുകൊണ്ടാണ് എൽസമ്മയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇത് പറഞ്ഞില്ല? അവളെ ഞാൻ ചതിക്കുകയായിരുന്നില്ലേ എന്ന ചോദ്യങ്ങൾക്കൊന്നും ഇനി അർത്ഥമില്ല. വെറുതെ സമയം കളയാമെന്ന് മാത്രമേ ഉള്ളൂ എന്നുകൂടി സ്റ്റാൻലി പറഞ്ഞു. ഞങ്ങളുടെ എൽസമ്മയ്ക്കാണ് കല്യാണത്തിന് മുമ്പ് ഇങ്ങനൊരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു സ്റ്റാൻലി എന്ന് ഓർക്കപ്പുറത്ത് അച്ചൻകുഞ്ഞിന്റെ വായിൽ നിന്നും വീണു. എങ്കിലും അതൊരു കടുത്ത ചോദ്യമായിരുന്നുവെന്ന് അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായി. സ്റ്റാൻലി മറുപടി പറയാൻ കഴിയാതെ വിഷമിച്ചു. ഒരു നിമിഷത്തിന് ശേഷം സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യുമായിരുന്നോ അതെല്ലാം തന്നെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എൽസമ്മയ്ക്കുമുണ്ട്, എന്നെ കൊല്ലുന്നതൊഴികെ എന്ന് അയാൾ പറഞ്ഞപ്പോൾ ഉത്തരം എല്ലാവരെയും ആശയക്കുഴപ്പത്തിലാക്കി. സാധ്യതകൾ അനന്തമാണ്. ക്ഷമിക്കുന്നത് മുതൽ തമ്മിൽ ബന്ധം വേർപെടുത്തുന്നത് വരെ ആ സാധ്യതകൾ അങ്ങനെ കിടക്കുകയാണ്. സ്റ്റാൻലി ഒരു നിശ്ചയദാർഢ്യത്തോടെ തന്നെ പറയുന്നുണ്ട്, എനിക്ക് യാതൊരു സംശയവുമില്ല. പിന്നെ സംശയമുള്ളവർ ഒരു ബ്ലഡ് സാമ്പിൾ എടുത്തുകൊണ്ട് തിരുവനന്തപുരം വരെ ഒന്ന് പോകണം. അവിടെ DNA ടെസ്റ്റ് നടത്തി കൊടുക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. അത് കേട്ടപ്പോഴേക്കും എൽസമ്മയുടെ അനുജത്തി ആൻമേരിയുടെ ഭർത്താവ് മൈക്കിൾ രോഷാകുലനായി. അയാൾ പറയുന്നുണ്ട്, ഇത്രയും കാലം ഓർഫനേജിൽ ജീവിച്ചവളെ എന്തിനു ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തു? അവളെ അങ്ങനെ അങ്ങ് വിട്ടാൽ പോരായിരുന്നോ നിങ്ങൾക്ക് എന്ന് അയാൾ ചോദിക്കുമ്പോഴേക്കും, മൈക്കിളെ, അപ്പനും അമ്മയും ആരെന്നറിയാതെ ഒരു അനാഥയെ പോലെ ജീവിച്ചവളാ എൻ്റെ മകൾ. അത് അവളുടെ തെറ്റല്ല, മറ്റാരുടെയൊക്കെയോ തെറ്റുകളാണത്. അതിന്റെ ശിക്ഷ അവളല്ല അനുഭവിക്കേണ്ടത് എന്ന് ലാലിച്ചൻ തിരിച്ചു പറഞ്ഞു. ലാലിച്ചൻ പറയുന്നത് കേട്ട് വികാരിയച്ചൻ പറയുന്നുണ്ട്, ഈ കുട്ടിയെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്കോ കോൺവെന്റിലേക്കോ മാറ്റി താമസിപ്പിച്ചുകൂടെ ലാലിച്ച? നമുക്കത് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ എന്ന്. അപ്പോഴേക്കും സ്റ്റാൻലി പറയുന്നുണ്ട്, എൻ്റെ അച്ചോ, പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. ഞാൻ അതിനല്ല ഇവളെ കൂട്ടിക്കൊണ്ട് വന്നത്. എനിക്ക് എൻ്റെ മകളോടൊപ്പം താമസിക്കുന്നതാണ് ഇഷ്ടം. അവൾ കുറച്ചു കാലമെങ്കിലും സന്തോഷമായും സുഖമായിട്ടും എൻ്റെ കൺമുമ്പിൽ ജീവിക്കുന്നത് എനിക്ക് കാണണം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസങ്ങളാണ് ഞാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവളെ എന്നിൽ നിന്നും അകറ്റാനുള്ള ഒന്നിനെക്കുറിച്ചും ആലോചിക്കുന്നില്ല. അതേപ്പറ്റി ആരും ചിന്തിക്കുകയും വേണ്ട. ഞാൻ ഒരിക്കലും എൻ്റെ മോളെ ഉപേക്ഷിക്കുകയില്ല. അതിനി എന്തിൻ്റെ പേരിലാണെങ്കിലും എന്നിങ്ങനെ സ്റ്റാൻലി ഉറപ്പിച്ച് തന്നെ പറയുകയാണ്. അത് കേട്ടുകൊണ്ട് അലീന നിറകണ്ണുകളോടെ തല ചരിച്ച് സ്റ്റാൻലിയെ ഒന്ന് നോക്കി. ഈ സമയത്ത് പപ്പ തന്നെ ഒന്ന് ചേർത്ത് പിടിക്കുക കൂടി ചെയ്തിരുന്നുവെങ്കിൽ എന്ന് അലീന മനസ്സുകൊണ്ട് തന്നെ ആശിച്ചു പോവുകയാണ്. അപ്പോൾ സ്റ്റാൻലി അലീനയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട്, മോള് പൊയ്ക്കോ, ഇവർക്കൊരു ചായ ഇട്ട് കൊടുക്കണം. സ്റ്റാൻലി അലീനയുടെ തൊഴിൽ മൃദുവായി തട്ടി. അലീന തലയാട്ടിയപ്പോൾ അലീനയുടെ കണ്ണിൽ നിറഞ്ഞിരുന്ന കണ്ണീർ തുള്ളികൾ അവളുടെ കവളിൽ കൂടി ഒഴുകി വീണു. പെട്ടെന്ന് തന്നെ അടുത്ത ശബ്ദം ഉയർന്നു. സേവിച്ചൻ പറയുകയാണ്, അങ്ങനങ്ങ് പോയാൽ പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് ഇവളോട് ചില കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ടെന്ന്. എന്തോന്നാണ് നിങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഉള്ളത്? എൻ്റെ മോളോട് ആരും ഒന്നും ചോദിക്കുകയും വേണ്ട, സംസാരിക്കുകയും വേണ്ട. മോശമായ ഒരു വാക്കോ ഒരു നോട്ടമോ പോലും അവൾക്ക് നേരെ ഉണ്ടായാൽ ഞാൻ ക്ഷമിച്ചു എന്ന് വരില്ല.
എന്ന് സ്റ്റാൻലി ഉറക്കെ പറഞ്ഞു. അത് കേട്ടുകൊണ്ട് തന്നെ അലീന ഹാളിൽ നിന്നും പോയി. സ്റ്റാൻലിക്ക് വേറെ മക്കളുണ്ടല്ലോ, അവരുടെ കാര്യത്തിൽ ഇത്രയും ശുഷ്കാന്തി സ്റ്റാൻലി കാണിക്കാറുണ്ടോ എന്ന് വികാരിയച്ഛൻ വല്ലാത്തൊരു നീരസത്തോടു കൂടി തന്നെ ചോദിച്ചു. ഉടനെ തന്നെ സ്റ്റാൻലി പറയുന്നുണ്ട്, സോറി ഫാദർ, പണവും കരുതലും ഇവിടെ വെറുതെ വിളമ്പുന്നതല്ല. ആവശ്യമുള്ളവർക്ക് മാത്രമേ ഞാൻ അത് കൊടുക്കാറുള്ളൂ. സ്റ്റാൻലിയുടെ ആ മറുപടി കേട്ടുകൊണ്ട് പരുത്തിക്കാടൻ വീണ്ടും ചോദിച്ചു, 24 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരബദ്ധം സ്റ്റാൻലി എന്തിനത് ഏറ്റെടുത്തു എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ അവൾ സ്റ്റാൻലിയുടെ മകളാണ്. അവൾ ഏത് കുപ്പക്കുഴിയിൽ വളർന്നാലും അവൾ സ്റ്റാൻലിയുടെ മകൾ തന്നെയായിരിക്കും. അവൾ അർഹിക്കുന്നിടത്ത് അവൾ എത്തണം, അവിടെ എത്തി എന്ന് മാത്രം എന്നിങ്ങനെ സ്റ്റാൻലി പറയുന്നുണ്ട്. ഇതൊക്കെ കുടുംബത്തിന് അഭിമാനമാണോ സ്റ്റാൻലി? മറ്റുള്ളവരുടെ മുമ്പിൽ പറയാൻ കൊള്ളാവോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ? സ്റ്റാൻലി ചെയ്ത തെറ്റിന്റെ ഫലം ആരൊക്കെ അനുഭവിക്കണം എന്നൊക്കെ ചോദ്യങ്ങൾ തുടർന്നു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ, സംഭവിച്ചതൊന്നും ഇത് തിരുത്താൻ കഴിയില്ല എന്ന് സ്റ്റാൻലി മറുപടി പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് അച്ഛൻകുഞ്ഞ് ചോദിച്ചു, സ്റ്റാൻലി, അവളെ മാറ്റി പാർപ്പിക്കില്ല എന്നുള്ളത് തീർച്ചയാണോ എന്ന്. ഉടൻ തന്നെ സ്റ്റാൻലിയുടെ മറുപടിയും എത്തി, ആകാശം ഇടിഞ്ഞു വീഴുന്നത് വരെ അവൾ എന്റെ മകളായി ഇവിടെ തന്നെ ഉണ്ടാകും. അച്ഛൻകുഞ്ഞ് പറയുന്നുണ്ട്, എങ്കിൽ സ്റ്റാൻലി ഒരു കാര്യം ചെയ്യണം, ഉള്ള സ്വത്ത് 5 ആയിട്ട് ഭാഗിച്ച് അതിൽ 4 ഭാഗം എൽസമ്മയുടെ മക്കളുടെ പേരിൽ എഴുതി വെക്കണമെന്ന്. ഓഹോ, അത് ശരി. അപ്പൊ ആ ഒരു ഭാഗം ആർക്കാണ് എന്ന് സ്റ്റാൻലിയെ ചോദിച്ചു. ആ ഒരു ഭാഗം സ്റ്റാൻലിക്ക് എന്ന് മറുപടി എത്തി. അപ്പൊ അലീനയ്ക്കോ? സ്റ്റാൻലിയുടെ വിഹിതം സ്റ്റാൻലി അലീനയ്ക്കോ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം എന്ന് അച്ഛൻകുഞ്ഞ് പറയുന്നുണ്ട്. അല്ല, ഈ ഫോർമുലയൊക്കെ ആര് കണ്ടുപിടിച്ചതാണ് എന്ന് സ്റ്റാൻലി പരിഹാസത്തോടെ ചോദിച്ചു. അപ്പോൾ അതല്ലേ സ്റ്റാൻലി അതിന്റെ ഒരു ന്യായം എന്നിങ്ങനെ ചോദ്യം വന്നു. ഓ, അങ്ങനെയാണോ? ഞാൻ സമ്പാദിച്ച സ്വത്ത് ആർക്ക് കൊടുക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത്? എന്ത് അവകാശമാണുള്ളത്? അത് എന്റെ മകൾക്ക് കൊടുക്കണോ അതോ അത് കടലിൽ കൊണ്ടുപോയി താഴ്ത്തണോ എന്നുള്ളത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? അതോ നിങ്ങളാണോ? ഉടനെ തന്നെ സ്റ്റീഫൻ പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായ ഒരു രീതി ഉണ്ടല്ലോ സ്റ്റാൻലി, അതിനനുസരിച്ചാണല്ലോ അപ്പന്റെ സ്വത്ത് മക്കൾക്ക് കിട്ടുന്നതും. അങ്ങനെ കിട്ടുന്ന സ്വത്തുക്കളൊന്നും ആരും കടലിൽ കൊണ്ടുപോയി കലക്കാറില്ലല്ലോ എന്നിങ്ങനെ അയാൾ പരിഹാസത്തോടെ ചോദിച്ചു. കൊടുക്കേണ്ട സമയം ആകട്ടെ, കൊടുക്കാം. അതൊക്കെ തീരുമാനിക്കാൻ ഇനിയും ഇഷ്ടംപോലെ സമയം മുൻപിലുണ്ടല്ലോ എന്നിങ്ങനെ സ്റ്റാൻലി പറയുന്നുണ്ട്. അപ്പോഴേക്കും ആ സമയത്ത് ഈ സ്വത്തൊക്കെ ഉണ്ടാകുമെന്ന് എന്താ ഉറപ്പ് എന്ന് സേവിച്ചും ചോദിക്കുന്നുണ്ട്. കല്യാണത്തിന് മുമ്പും പിമ്പും നിങ്ങൾക്ക് ഇതുപോലെ എത്ര അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ലല്ലോ. ഇനിയും ഓർഫണേജുകളിൽ നിന്നോ തെരുവിൽ നിന്നോ കുറെ സ്റ്റാൻലിയുടെ മക്കൾ വന്നേക്കാം, അല്ലെങ്കിൽ പൂർവ്വകാമുകി എന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരു സ്ത്രീ വന്നേക്കാം. അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ സ്റ്റാൻലിക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ, ഉള്ള സ്വത്തെല്ലാം ആ പെണ്ണിന്റെ പേരിലായാൽ സ്റ്റാൻലിയുടെ മക്കൾ പിന്നെ എന്ത് ചെയ്യും? തെരുവിലിറങ്ങി തെണ്ടേണ്ടി വരില്ലേ? ധാർമ്മിക രോഷത്തോടു കൂടിയുള്ള അച്ഛൻകുഞ്ഞിന്റെ സംസാരത്തിന് മറുപടിയായിട്ട് തന്നെ സ്റ്റാൻലി പറയുന്നുണ്ട്, ആഹാ, എന്റെ മരണത്തിന് ശേഷമുള്ള കാര്യങ്ങളും നിങ്ങൾ പരിഗണിക്കുന്നുണ്ടല്ലേ, കൊള്ളാം, നന്നായിരിക്കുന്നു. ഉടനെ തന്നെ പരുത്തിക്കാടൻ പറയുകയാണ്, സ്റ്റാൻലി, അവർ പറയുന്നതിലും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പരസ്പരമുള്ള വിശ്വാസമാണല്ലോ ദാമ്പത്യത്തിന്റെ അടിത്തറ. മിസ്റ്റർ സ്റ്റാൻലിക്ക് വിവാഹത്തിന് മുമ്പ് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നു എന്നും അതിലൊരു കുട്ടി ഉണ്ടായിരുന്നു എന്നും സ്റ്റാൻലി തന്നെ സമ്മതിച്ചതോടെ ആ അടിത്തറ തകർന്നു. ഇനി അതേക്കുറിച്ച് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നയാൾ പറയുമ്പോഴേക്കും സ്റ്റാൻലി പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ വികാരിയച്ഛൻ മുഖം ചുളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് സ്റ്റാൻലി ഇത്ര ചിരിക്കാൻ? ഇവിടെ ആരും തമാശയൊന്നും പറഞ്ഞില്ലല്ലോ. അത് കേട്ടുകൊണ്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, ഇത്രയധികം വലിയ തമാശ ഞാൻ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല ഫാദർ. നിങ്ങൾ പറഞ്ഞത് വെച്ച് കണക്ക് കൂട്ടിയ 24 വർഷം മുമ്പാണ് ഞാൻ അടിത്തറ തകർത്തത്. അന്ന് ഞാൻ എൽസമ്മയെ കല്യാണം കഴിച്ചിട്ടില്ല, കണ്ടിട്ട് പോലുമില്ല. ആ തകർന്ന അടിത്തറയിൽ നിന്നാണ് ഞങ്ങൾ വിവാഹ ജീവിതം തുടങ്ങിയതും ഇത്രയും വരെ എത്തിച്ചേർന്നതും. എന്നിട്ട് ഇന്നലെ എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ചിരിക്കുകയല്ലാതെ പിന്നെ എന്ത് ചെയ്യണം ഫാദർ എന്ന് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്. ഉടനെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് എബ്രഹാം മാത്യു വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. അതല്ല സ്റ്റാൻലി പ്രശ്നം. സ്റ്റാൻലിയുടെ സ്വത്തുക്കൾ മുഴുവൻ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയുള്ളതാണെന്നായിരുന്നു അവരുടെ ധാരണയും പ്രതീക്ഷയും ഒക്കെ. മറ്റേ പെണ്ണ് വന്നതോടുകൂടി ഈ എൽസമ്മയെ സംബന്ധിച്ചിടത്തോളം അതൊരു സുരക്ഷിതത്വ ബോധം നഷ്ടമാക്കി. അതാണ് കാര്യം എന്നിങ്ങനെ അപ്പോഴേക്കും ഒരു പരിഹാസത്തോടെ തന്നെ സ്റ്റാൻലി പറയുന്നുണ്ട്, എൽസമ്മ പോയി ബിൽ ഗേറ്റ്സിനെ കല്യാണം കഴിക്കട്ടെ. അയാൾക്കാണെങ്കിൽ 1000 കോടിയുടെ സ്വത്തുക്കളുടെ വരുമാനമുണ്ട്. ഓരോ വർഷവും വമ്പിച്ച സുരക്ഷിതത്വ ബോധം കിട്ടും എൽസമ്മയ്ക്ക്. എന്നിട്ട് എൽസമ്മയെ നോക്കിക്കൊണ്ട് പോകുന്നു എന്ന് സ്റ്റാൻലി ചോദിക്കുമ്പോൾ വികാരിയച്ഛൻ പറയുന്നുണ്ട്, നിങ്ങളെന്താ സ്റ്റാൻലി ആളെ കളിയാക്കുകയാണോ എന്ന്. അതെ, സംശയം എന്താ, കളിയാക്കിയത് തന്നെയാണ്. ഭർത്താവിന്റെ വരുമാനവും സ്വത്തുമാണ് ഏറ്റവും വലിയ സുരക്ഷിതത്വ ബോധം നൽകുന്ന സംഗതി എന്ന് വിശ്വസിച്ച ഒരു മണ്ടി ഭാര്യയോടൊപ്പം കഴിയേണ്ടി വന്നതാണല്ലോ ഫാദർ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം എന്ന് സ്റ്റാൻലി തുറന്നടിച്ചു. സ്റ്റാൻലി അങ്ങനെ പറയരുത്. എൽസമ്മയുടെയും മക്കളുടെയും ഭാവി സുരക്ഷിതമാക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് മാത്രമാണ് അതുള്ളത്. പക്ഷെ നിങ്ങളുടെ ഓരോരോ പ്രവർത്തികൾ അവരെ ഭയപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും വേദനിപ്പിക്കുകയുമാണ് ചെയ്തതെന്ന് ഫാദർ പറഞ്ഞു. അപ്പോഴേക്കും സ്റ്റാൻലി പറയുന്നുണ്ട്, അതെന്റെ കുറ്റമല്ലല്ലോ ഫാദർ. എന്റെ റബ്ബർ തോട്ടത്തിലേക്ക് തന്നെ കണ്ണു നട്ടി ഇരുന്നിട്ടാണ്.
അവിടെ നിന്ന് കണ്ണെടുക്കാതെ അവർക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ല. ഞാൻ മരിച്ചു പോയേക്കുമോ എന്നുള്ളതല്ല അവരുടെ ചിന്താ വിഷയം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആ സ്വത്തുവകകൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളതാണ് എന്ന് സ്റ്റാൻലി കൂട്ടിച്ചേർക്കുന്നുണ്ട്. അത് പിന്നെ സ്റ്റാൻലിയുടെ കടമ സ്റ്റാൻലി ചെയ്തിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ, സോറി ഫാദർ, എനിക്ക് താല്പര്യമില്ല ഇനി ഇതേപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ. നിങ്ങൾ ഉദ്ദേശിച്ചു വന്ന 2 കാര്യങ്ങളും നടക്കില്ല ഫാദർ. 1, എൻ്റെ മോളെ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടേക്കും പറഞ്ഞയക്കില്ല. 2, എൻ്റെ സ്വത്തുക്കൾ ഒന്നും തന്നെ തൽക്കാലം പങ്കുവയ്ക്കാൻ എനിക്ക് ഒരു ഉദ്ദേശവും ഇല്ല എന്ന് സ്റ്റാൻലി ഉറപ്പിച്ച് തന്നെ പറയുകയാണ് കേട്ടോ എല്ലാവരുടെ മുമ്പിൽ വെച്ച്. അപ്പോഴേക്കും ഫാദർ പറയുന്നുണ്ട്, സ്റ്റാൻലി, നിങ്ങളുടെ ഭാര്യയും മക്കളും ഉന്നയിക്കുന്നത് ന്യായമായ കാര്യമാണെന്ന്. മതി ഫാദർ, മതി. എനിക്കറിയാം, ഇതുവരെയുള്ള അവരുടെ എല്ലാ കാര്യവും ഞാൻ തന്നെയാണ് നിർവഹിക്കുന്നത്. ചോദിക്കുന്ന പണം, സൗകര്യങ്ങൾ, ഇഷ്ടമുള്ള വിദ്യാഭ്യാസം, ഒന്നിനും ഒരു കുറവും ഇതുവരെ ഞാൻ വരുത്തിയിട്ടില്ല. ഇനി വേറെ എന്തെങ്കിലും ഫാദറിന് പറയാനുണ്ടോ എന്നും ചോദിച്ചുകൊണ്ട് തൽക്കാലം നമുക്കിവിടെ വെച്ച് ഈ വിഷയം നിർത്താം എന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. അപ്പോഴേക്കും വീണ്ടും അച്ഛൻ കുഞ്ഞ് ചാടി എഴുന്നേറ്റ് എന്നോട് പറയുന്നുണ്ട്, തന്നിഷ്ടത്തിന് തന്നെത്താൻ തീരുമാനിച്ചാൽ പോരല്ലോ, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാതെ ഞങ്ങൾ ഇവിടുന്ന് പോകില്ല സ്റ്റാൻലി എന്ന് ഗൗരവത്തോടെ പറയുമ്പോഴേക്കും സ്റ്റാൻലി പറയുന്നുണ്ട്, ആഹാ, ആരാ നിങ്ങളുടെ നേതാവ്? ആ നേതാവിനോടാണ് ഞാൻ പറയുന്നത്. ഈ മീറ്റിംഗ് ഇപ്പൊ തന്നെ പിരിച്ചുവിട്ടേക്കണം എന്നും പറഞ്ഞ് സ്റ്റാൻലി വാതിലിന്റെ അടുത്തേക്ക് നടന്നു. ഓഹോ, അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ ലാലിച്ച, 2-1 അറിഞ്ഞിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകൂ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റീഫൻ എഴുന്നേറ്റ് സ്റ്റാൻലിയെ തടഞ്ഞു. പെട്ടെന്ന് ഒരു മുരൾച്ച കേട്ട് എല്ലാവരും മേശയ്ക്ക് താഴേക്ക് നോക്കി. മേശയ്ക്കരികിൽ ശാന്തരായി കിടന്നിരുന്ന 2 നായ്ക്കളും എഴുന്നേറ്റ് കാതു കൂർപ്പിച്ച് നിൽക്കുകയാണ്. അതിലൊരെണ്ണം സ്റ്റീഫനെ തന്നെയാണ് നോട്ടമിട്ടിരിക്കുന്നത്. ആ നായ നടന്ന് സ്റ്റാൻലിയുടെ അരികിലെത്തി. എന്നിട്ട് സ്റ്റീഫന്റെ നേർക്ക് ചെവി വട്ടം പിടിച്ചു നിന്നു. സംഗതി പരുവക്കേടാണെന്ന് രാഷ്ട്രീയ നേതാക്കൾക്കും പഞ്ചായത്ത് പ്രസിഡന്റിനും ഫാദറിനും എല്ലാം മനസ്സിലായി. പെട്ടെന്നൊരു ഭയം ഓരോരുത്തരുടെ മനസ്സിലേക്ക് കയറി വന്നു. സ്റ്റാൻലി വാതിൽ തുറന്നിട്ടു. എന്നിട്ട് പറയുകയാണ്, ഇനിയിപ്പോ ഇവിടെ ആരും നിൽക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ആർക്കും ഒരു മിണ്ടാട്ടവും ഇല്ലാട്ടോ. എല്ലാവരും നായ്ക്കളെ കണ്ട് ഭയന്ന് വിറച്ചിരിക്കുകയാണ്. സ്റ്റാൻലിയുടെ നേർക്ക് ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിയില്ലെന്നുള്ളത് അവർക്ക് എല്ലാവർക്കും മനസ്സിലായി. എല്ലാവരും സ്റ്റാൻലിയെയും നായ്ക്കളെയും നോക്കി പരസ്പരം ചില നോട്ടങ്ങൾ മാത്രമുണ്ട്. അധികം താമസിക്കാതെ തന്നെ ഓരോരുത്തരെ വാതിൽ കടന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ സ്റ്റാൻലി വീണ്ടും എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, ചായ കുടിച്ചിട്ട് മാത്രമേ എല്ലാവരും പോകാവുള്ളൂ. മിസ്റ്റർ പരുത്തിക്കാടൻ, എനിക്കൊരു കമ്പനി കൂടി തരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവരെ പരിഹസിക്കുകയാണ് സ്റ്റാൻലി. എന്നിട്ട് എല്ലാവരും പുറത്തു കടക്കുന്നത് വരെ സ്റ്റാൻലിയും നായ്ക്കളും ഹാളിന്റെ വാതിൽക്കൽ തന്നെ നിന്നു. അവരുദ്ദേശിച്ചു വന്ന കാര്യങ്ങളിൽ ഒരു നീക്കുപോക്കും സംഭവിക്കാത്തതുകൊണ്ട് തന്നെ അവർക്കും നല്ല രോക്ഷമുണ്ടായിരുന്നു. അവരുടെ എല്ലാവരുടെ മുഖത്ത് നല്ല ദേഷ്യമുണ്ടായിരുന്നു. സ്റ്റാൻലിയുടെ നായ്ക്കളെ ഭയന്നുകൊണ്ട് തന്നെ പിന്നെ ഒരക്ഷരം പോലും ആരും പറയാൻ നിൽക്കാതെ വണ്ടിയിൽ കയറി പോകുന്നുണ്ട്. റീതാമ്മയും എൽസമ്മയും സഹോദരങ്ങളും സ്റ്റാൻലിയും അവധിക്കുട്ടിച്ചായനും രൂക്ഷമായി നോക്കുകയാണ്. അവര് പോയതിനു ശേഷം അവധിക്കുട്ടിച്ചായൻ സ്റ്റാൻലിക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. അവരെ നീ സൂക്ഷിക്കണം ലാലിച്ച, അവര് തിരിഞ്ഞു കൊത്തു. ഇതിനെ അവരങ്ങനെ നിസ്സാരമായി കാണില്ല. എന്തും ചെയ്യും മടിയില്ലാത്ത കൂട്ടരാ അവര്. അതുകൊണ്ട് ഞാനിത് നിന്നോട് പ്രത്യേകം പറയുക, നീ കാര്യമായിട്ട് നിന്നെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ അവധിക്കുട്ടി ചായൻ നേരെ അകത്തേക്ക് കയറി പോവുകയാണ്. സ്റ്റാൻലി ഇനി ഇതിന്റെ വരുംവരാഴികളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിങ്ങനെ മുഴുകിയിരിക്കുകയാണ്. അലീനയാവട്ടെ താഴെ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ആകെ വിഷമിച്ച് തന്നെ നിൽക്കുകയാണ്. എല്ലാവരും വന്നപോലെ തന്നെ തിരികെ വണ്ടികളിൽ കയറി പോകുന്നത് റൂമിൽ നിന്നുകൊണ്ട് ജനാലയുടെ അഴികളിലൂടെ അവൾ നോക്കി നിന്നു. എല്ലാവരുടെയും മുഖത്ത് നല്ല ദേഷ്യമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. താൻ കാരണം ഇനിയും ഇവിടെ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നുവെന്ന് അവൾ ഭയന്ന് നിൽക്കുകയാണ്. ഇതിനെ ഇങ്ങനെ ഒരു നടക്കി വിടാൻ അവരാരും സമ്മതിക്കില്ലെന്നൊക്കെയുള്ളത് അറിയാം. അവധിക്കുട്ടിച്ചായൻ പറഞ്ഞല്ലോ, സ്റ്റാൻലിയുടെ ഭാര്യ വീട്ടുകാരെ കൊല്ലാൻ പോലും മടിയില്ലാത്തവരാണെന്നുള്ളത്, ചട്ടമ്പികളാണെന്നൊക്കെ ഉള്ളത്. അപ്പൊ അതൊക്കെ നമ്മുടെ അലീനയുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട്. അലീന അതേക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. അടുത്ത എപ്പിസോഡിൽ വരാൻ പോകുന്നത് നമ്മുടെ ബബിത വയജയ്ക്ക് നേരെ പൊട്ടിത്തെറിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡാണ്. വഴുതോരം മുംബൈയുടെ അപ്കമിങ് എപ്പിസോഡുകൾ നമ്മുടെ ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. താങ്ക്